നമ്മുടെ 10RR ആണല്ലോ. അപ്പോൾ RR ഒരു സ്പെഷ്യൽ കീയാണ്. ബേസിക്കലി H2 വരുന്നവർക്ക് H2 ഇത് ഒറ്റ കീ ഉണ്ടാവുള്ളൂ. സ്പെയർ കീക്ക് സാധാ ഒരു കാവാസാക്കി കീ ആയിരിക്കും. അപ്പോൾ എൻ്റെ മനസ്സിൽ RR കീ നഷ്ടപ്പെട്ടു, എനിക്ക് ഓർഡർ ചെയ്യാൻ പോലും കിട്ടത്തില്ല. വലിയ കാര്യമില്ല, പക്ഷേ ഇറ്റ്സ് സംതിങ് സ്പെഷ്യൽ, റൈറ്റ്? ആകെ ഒരു സിലിണ്ടറിൽ റെസ്റ്റ് അല്ലേ ഉള്ളൂ, അത് വെറുതെ ക്ലീൻ ചെയ്തിട്ടാ പോരെ? അത് ക്ലീൻ ചെയ്തിട്ടാൽ മതി. പക്ഷേ ഇത് എവിടം വരെ അഫക്റ്റഡ് ആണെന്ന് നമുക്കറിയത്തില്ല. കാരണം നമുക്ക് 3 വർഷമായിട്ട് ഡിസ്മാൻറ്റിൽ എടുക്കുന്ന എഞ്ചിനാണ്. അപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ നമുക്ക് 10R ബേസിക്കലി 4 സിലിണ്ടേഴ്സ് ഉള്ളു. അപ്പോൾ 4 സിലിണ്ടേഴ്സ് ഇങ്ങനെ ഓരോ സൈക്കിളിലും ഇതുപോലെ ഒരെണ്ണം താഴേക്കും, അപ്പം എയർ ഇൻടേക്ക് ചെയ്യും. അടുത്ത സൈക്കിളിൽ ഈ എയറും ഫ്യൂവലും കൂടെ കംപ്രസ് ചെയ്യും. പിന്നെ സ്പാർക്ക് പ്ലഗ് വെച്ചിട്ട് ഇത് ബേൺ ചെയ്യും. എന്നിട്ട് ആ ഒരു പവർ സൈക്കിളിൽ താഴേക്ക് വരും. പിന്നെ എക്സോസ്റ്റ് വാൽവ്സ് ഓപ്പൺ ആക്കിയിട്ട് അതിലെ ഈ വേസ്റ്റ് ഗ്യാസസ് കളയുന്നത്. ഇതിലേതെങ്കിലും ഒരു സൈക്കിളിൽ ഇതുപോലെ റസ്റ്റ് വന്നിട്ട് ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഈ കംപ്രഷൻ ലീക്ക്, പിന്നെന്താ ഓയിൽ ലീക്ക്, ഇങ്ങനെ കുറേ ഫ്യൂൽ ലീക്ക്, ഇങ്ങനത്തെ കുറേ ഇഷ്യൂസും നമുക്ക് വരാം. അപ്പോൾ ഹൈ പെർഫോമിംഗ് എഞ്ചിൻ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഉറപ്പായിട്ടും അതിൻ്റെ സേഫ്റ്റി നോക്കിയേ പറ്റത്തുള്ളൂ. പിന്നെ ഇതിനെന്തെങ്കിലും റസ്റ്റ് കണ്ടിട്ട് ഡാമേജസ് ഉണ്ടെങ്കിൽ അതൊരു വലിയ എക്സ്പെൻസീവ് ബിൽഡായിരിക്കും. കാരണം എഞ്ചിൻ ഫുൾ വരേണ്ടി വരും. അപ്പോൾ നമ്മളിത് വെച്ച് കഴിഞ്ഞാൽ ഇതിനപ്പോൾ ആക്ച്വലി എഞ്ചിൻ ഹെഡ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതിനകത്ത് നമ്മുടെ ക്യാം ഷാഫ്റ്റ് ആയിരിക്കുന്നത്. ഈ ക്യാം ഷാഫ്റ്റാണ് ഒരു ബേസിക്കലി ഒരു ടൈമിംഗ് പോലെ ഇരിക്കും. അതായത് ഏത് സമയത്ത് ഇൻടേക്ക് വാൽവ്സ് ഓപ്പൺ ആക്കണം, ഏത് സമയത്ത് സ്പാർക്ക് കൊടുക്കണം, ഏത് സമയത്ത് എക്സോസ്റ്റ് വാൽവ്സ് ഓപ്പൺ ആക്കണം, ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഒരു ടൈമിംഗ് ക്യാം ഷാഫ്റ്റ് വഴിയാണ്. ഇതിനെ എഞ്ചിൻ്റെ സ്പീഡിൽ തന്നെ കറക്കാനായിട്ട് ഒരു ക്യാം ചെയിൻ എന്ന് പറഞ്ഞ സാധനമുണ്ട് സൈഡിൽ കൂടെ. പിന്നെ അതിൻ്റെ ടെൻഷൻ കൂട്ടാനായിട്ട് ക്യാം ചെയിൻ ടെൻഷൻ, ഇങ്ങനെ കുറേ കമ്പോണൻസ് ആണ് ഈ ഹെഡിലിരിക്കുന്നത്. അങ്ങനെ നമ്മളിപ്പം ഇനി ഹെഡ് ഊരിയേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ കയറ്റുന്നതിൻ്റെ കൂടെ തന്നെ ആദ്യം തന്നെ ഹെഡ് ഊരാനുള്ള പരിപാടി തുടങ്ങി. കുറേ എനിക്കൊന്ന് 8, 10, 12 നെറ്റും ബോൾട്ടൊക്കെ ഉണ്ട്. ഇതും ഫുൾ ടോർക്ക് വെച്ചേക്കാം. അപ്പം പെട്ടെന്ന് നിങ്ങൾ ഊരി പോരത്തില്ല. ഈ ഒരു കഷ്ടപ്പെട്ട് ഓരോന്ന് അതും എല്ലാം അറിയില്ല, ഭയങ്കര കോമ്പാക്റ്റ് ആയിട്ടാണ് ഇവന്മാർ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഈ മോട്ടോർ സൈക്കിൾ. അപ്പോൾ ഒന്ന് കൈ കയറാൻ പോലുള്ള സ്ഥലമില്ല. അപ്പോൾ ഈ കയറ്റി എഞ്ചിൻ അതുപോലെ തന്നെ ഊരി വെച്ച് നമ്മൾ വീണ്ടും പിന്നെ ഹെഡിൻ്റെ സാധനങ്ങളൊക്കെ ഊരി അവസാനം ക്യാം ഷാഫ്റ്റ് ഊരി നോക്കി. പിന്നെ അതിൻ്റെ ഷിംസൊക്കെയാണ് അതിൻ്റെ എത്രത്തോളം ഈ വാൽവ് ഓപ്പൺ ആക്കണം. ഈ ഡുക്കാട്ടി ചെയ്തില്ലേ ഷിം അഡ്ജസ്റ്റ്മെൻറ്റ്, ഷിംസ് ചേഞ്ച് ചെയ്യണം. അതൊക്കെ ബേസിക്കലി അതിൻ്റെ എത്രത്തോളം ഈ വാൽവ്സ് ഓപ്പൺ ആക്കണം അതിൻ്റെ പ്രിസിഷൻ ചെയ്യുന്ന സാധനങ്ങളാണ്. അത് ആക്ച്വലി എല്ലാ വണ്ടികൾക്കും ഇതൊക്കെ ചെയ്യേണ്ടതാണ്. ബട്ട് ഡുക്കാട്ടി മാത്രമാണ് ഇത് മെയിൻ മാൻഡേറ്ററി ആയിട്ട് ചെയ്യിപ്പിക്കുന്നുള്ളൂ. എനിക്കൊന്ന് കാവാസാക്കി ഒരു 30-40,000 കിലോമീറ്റേഴ്സ് നമ്മൾ ചെയ്യണം. ഇത് ഹെഡ് ഊരുന്നതിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഊരിക്കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്യുന്ന കുറേ പാർട്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇത് ഊരിക്കഴിഞ്ഞാൽ ഇതിനകത്തൊരു വാഷർ പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു, ഗ്യാസ്കെറ്റ് എന്തോ ഉണ്ട്, റബ്ബർ ഗ്യാസ്കെറ്റ് ഉണ്ട്, പിന്നെ 2 അല്ലാത്ത മെറ്റൽ ഗ്യാസ്കെറ്റ്സ് ഒക്കെ ഉണ്ട്. ഇതെല്ലാം ഓർഡർ ചെയ്യണം വീണ്ടും. സോ അത് കഴിഞ്ഞ് ഒരു 20 days എടുക്കും. ഇത് നമ്മൾ ഊരി നോക്കിയപ്പോഴത്തേക്കും 4 സിലിണ്ടർ ഹെഡ് കാണാം നമുക്ക്. പിസ്റ്റൻ്റെ ഹെഡ് കാണാം. അതിനകത്ത് ഒരെണ്ണം നല്ല ബ്ലാക്ക് ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ അവിടെ വരെ വെള്ളം എത്തിയിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാനുവലി എൻജിൻ കറക്കാൻ പറ്റും. അതായത് ബേസിക്കലി പിസ്റ്റൺ ഇങ്ങനെ മൂവ് ചെയ്യിക്കാൻ പറ്റും. മൂവ് ചെയ്യുമ്പോഴത്തേക്കും താഴേക്കൊന്നും ഭാഗത്തിൽ വെള്ളമില്ല, റസ്റ്റ് ഒരു സാധനമില്ല, ഭയങ്കര പക്ക ക്ലീൻ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ബേസിക്കലി അതൊന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് ബാക്കി ഹെഡ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അതായത് ഹെഡ് മറ്റേ ലേത്തിൽ കൊടുത്തിട്ട് അവർ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്തിരുന്നു. കാരണം കുറച്ചുകൂടെ ക്ലിയറൻസ് എല്ലാം ചെയ്യാനായിട്ടാണെന്ന് പറഞ്ഞത്. അതിന് എക്സാക്ട് പ്രൊസീജിയർ ഞാനില്ലായിരുന്നു. കാരണം അഗെയിൻ അവർക്ക് ടൈം കിട്ടുമ്പോഴാണ് പിന്നെ ഇത് കാവാസാക്കി ഓഫ് കോഴ്സ് അവർ ഭയങ്കര ബിസിയാണല്ലോ. അപ്പം അവർക്ക് ഫ്രീ ടൈം കിട്ടിയപ്പോഴാണ് ഇവരിത് എടുത്തിട്ട് ലേത്തിൽ കൊണ്ടുപോകുന്നത്. കാരണം എന്തായാലും ഒരു 20 days എടുക്കും പാർട്സ് വരാൻ. അപ്പം അവരുടെ ഒരു കംഫർട്ടിനെ അത് കിട്ടുകയും ചെയ്തു. അപ്പോൾ ഞാൻ എനിക്കൊന്ന് 1 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ അത് വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോഴത്തേക്ക് അവർ ലേത്തിൽ കൊടുത്ത് ഇത് ക്ലിയറൻസ് എല്ലാം ചെക്ക് ചെയ്ത് നമ്പറൊക്കെ ചെയ്ത് രാകേഷ് ചേട്ടൻ അത് മൊത്തം ഹെഡ് ചെയ്തിരുന്നു. അതിൻ്റെ എല്ലാ വാൽവ് ക്ലിയറൻസ് എല്ലാം ചെക്ക് ചെയ്ത് പക്കയാക്കിയിട്ട് ഹെഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ഹെഡ് പിന്നെ ഗ്യാസ്കെറ്റെല്ലാം അവർ ഇൻസ്റ്റാൾ ചെയ്തു. ഇത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്കും പിന്നെ പക്കയായിട്ട് ബ്രാൻഡ് പോലെ ഇരിക്കും. കാരണം അതിൻ്റെ ഇൻടേക്ക് വാൽവ്സ് ഒക്കെ ഭയങ്കര ഷൈനിങ് ആയിട്ട് ആയിരുന്നു. ഇറ്റ് വാസ് ഗുഡ്. ദി ഡിഡ് എ റിയലി ഗുഡ് ജോബ്. എന്നിട്ട് ഇതിന് കൂടെ തന്നെ അവർ ചെയ്തതാണ് നമുക്ക് എഞ്ചിനപ്പോൾ എന്തായാലും കെയറായാലോ, പിന്നെ ഫ്ലൂയിഡ് ചോദിച്ചു തുടങ്ങാൻ പറ്റും. ഇങ്ങനെ നോക്കുമ്പോഴാണ് നമ്മുടെ റേഡിയേറ്റർ എന്ന് പറഞ്ഞാൽ റേഡിയേറ്ററിൻ്റെ ഒരു പമ്പുണ്ട്. അതിൽ നിന്നാണ് മറ്റേ വാട്ടർ പമ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നതും. പിന്നെ അത് എഞ്ചിൻ്റെ സൈഡിൽ തന്നെ ഒരു സാധനമുണ്ട്. അതിൽ നിന്ന് അങ്ങനെ കൂളൻ്റ് ഈ റേഡിയേറ്ററിൽ നിന്ന് എടുത്ത് ഇതുപോലെ ഒരു റിസർവർ ഉണ്ടല്ലോ, ആ റിസർവറിൽ നിന്ന് കളക്ട് ചെയ്ത് ഇതിൽ പമ്പ് ചെയ്ത് എഞ്ചിനിൽ കൂടി കൊണ്ടുപോയി മറ്റേ റേഡിയേറ്റർ ഫാൻ്റെ അതിലേക്ക് കൊണ്ടുപോയിട്ട് സർക്കുലേറ്റ് ചെയ്യുന്നത്. അത് ഊരി നോക്കുമ്പോഴത്തേക്കും നിറച്ചൊരു 3 വർഷമായിട്ട് ആയതിൻ്റെ ആയിരിക്കണം
മൊത്തം ഒരു പേസ്റ്റ് പോലത്തെ ഒരു പരിവായിരുന്നു. അത് കുറേ ക്ലോഗ്ഡായിരുന്നു. അപ്പോൾ അത് മൊത്തം വീണ്ടും ഉരുണ്ട വന്നു, ഊരി ക്ലീൻ ചെയ്ത് അതും കുറേ പണിയെടുത്തവർ കഷ്ടപ്പെട്ടു. ബട്ട് അഗെയിൻ പിന്നെ റേഡിയേറ്ററിന് ചെറിയൊരു ഡാമേജ് ഉണ്ടായിരുന്നു. ഈ ഇമ്പാക്റ്റ് വന്ന് ഇടിച്ചതിൽ എനിക്കൊന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ഇടിച്ചിരുന്നു. അപ്പോൾ ലെഫ്റ്റ് സൈഡ് സസ്പെൻഷനിൽ കുറച്ച് ഇതുപോലെ സ്ക്രാച്ചസ് ഒക്കെ വന്നു. ചെറുതായിട്ട് റേഡിയേറ്ററിൻ്റെ അവിടെ ചെറിയ ഡാമേജ് ഉണ്ട്. അപ്പം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാലും കുറച്ച് ഡ്രിപ്പായിട്ട് പോകുന്നുണ്ട്. പക്ഷേ ചെറിയ ഡാമേജ് ഉണ്ട്, നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. സോ അത് എനിക്കൊന്ന് ബാംഗ്ലൂരാണോ നാട്ടിൽ തന്നെയാണോ അത് കൊടുത്ത് ശരിയാക്കി. ഇതും പമ്പും ശരിയായി. പിന്നെ നമുക്ക് സർവീസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഓയിൽ ഒഴിക്കാം, അപ്പോൾ കൂളൻ്റ് ഒഴിക്കാൻ അതെല്ലാം അവർ ഒഴിച്ച് സെറ്റാക്കി വെച്ചായിരുന്നു. ഇതെല്ലാം രാകേഷ് ചേട്ടനാണ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ചെയ്തത്. എനിക്ക് ആ സമയത്ത് ഞാൻ ബാംഗ്ലൂരാണ്. ഏത് ഓയിൽ ഒഴിക്കണമെന്ന് വെച്ചായിരുന്നു. അവർക്ക് 3 ഓയിൽസ് ഉള്ളത്. ഒന്ന് അവരുടെ സാധാ ഓയിലുണ്ട്, പിന്നെ ഇച്ചിരി പ്രീമിയം ഉണ്ട്, പിന്നെ പെട്രോണസ് എന്ന് പറഞ്ഞ അൾട്രാ പ്രീമിയം. എന്തായാലും പുതിയ എഞ്ചിനീയറില്ലേ, പുതിയ നല്ല അൾട്രാ പ്രീമിയം വെച്ചേക്കാൻ പറഞ്ഞു. പിന്നെയാണ് മനസ്സിലായത് 1300 രൂപയാണ് ഒരു ലിറ്ററിന്. അപ്പോൾ 4 ലിറ്റർ വന്നപ്പോഴത്തേക്ക് 5200 രൂപ പൈസ. അതിന് ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ബേൺ ചെയ്ത്, ബേസിക്കലി റേസ് ഫ്യൂലാണല്ലോ. അത് ഞാൻ വണ്ടി ഇറക്കി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കിയത്. നോക്കുമ്പോഴത്തേക്കും ഓയിലൊന്നും കാണാനില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവർ പറയുന്നത് ഇത് പെട്ടെന്ന് ബേൺ ആയി പോകും, നമ്മൾ റീഫിൽ ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, ബട്ട് ഞാൻ ആ കുപ്പിയൊക്കെ കാണാൻ നല്ല സാധ്യത. ഇതിനിടയ്ക്ക് ഒരു ദിവസം ഞാൻ തിരുവനന്തപുരം പോയിരുന്നു ഇതിൻ്റെ പ്രീവിയസ് ഓണറിനെ മീറ്റ് ചെയ്യാനായിട്ട്. അപ്പം പുള്ളിയുടെ കയ്യിലാണ് ഇതിൻ്റെ കീയും ബാക്കി പേപ്പേഴ്സും, ബേസിക്കലി ഇപ്പം ഷാസി മാറ്റേൻ്റെയും എല്ലാത്തിൻ്റെയും പേപ്പേഴ്സ് ഉള്ളത് പുള്ളിയുടെ. മാത്രമല്ല സെയിൽ അഗ്രിമെൻ്റ് ഒക്കെ ചെയ്യാമല്ലോ, കാരണം എന്തായാലും വണ്ടി ഞാൻ വാങ്ങിയേക്കുന്നതാണ്. അപ്പം 2 പാർട്ടീസിനും ഒരു സേഫ് ആയിട്ടിരിക്കാനായിട്ടും, പിന്നെ ഇതൊരു ഹൈപ്പോത്തിക്കേഷൻ വണ്ടികളുണ്ടായിരുന്നു. അതായത് ലോൺ എടുത്തതിൻ്റെ ക്ലോസ് ചെയ്തതിൻ്റെ ഹൈപ്പോത്തിക്കേഷൻ ക്യാൻസൽ ചെയ്യേണ്ട പേപ്പേഴ്സൊക്കെ പുള്ളിയുടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ വാങ്ങിയിട്ട് ഒരു ദിവസം തിരുവനന്തപുരം പോയി എല്ലാം വാങ്ങിയിട്ട് വന്നായിരുന്നു. ലക്കിലി ഞാൻ വണ്ടി എടുക്കുന്ന സമയത്ത് ഇവർ പറയായിരുന്നു ഇവരുടെ കയ്യിലുണ്ട്, കവാസാക്കിയുടെ കയ്യിലുണ്ടായിരുന്നു കീ കാണാനില്ല എന്ന് പറയായിരുന്നു. അത് നമ്മുടെ വണ്ടിയുടെ കീ കവാസാക്കിയിൽ ഒരു വണ്ടി ഒരെണ്ണമുണ്ടായിരുന്നു, ഒരു സ്പെയർ കീ ആനന്ദിൻ്റെ കയ്യിലുണ്ടായിരുന്നു, പ്രീവിയസ് ഓണറിൻ്റെ കയ്യിൽ. ഇതിനകത്ത് ഒരു കീ കാണില്ലെന്ന് കവാസാക്കി പറഞ്ഞു. അപ്പോൾ എൻ്റെ ചങ്കുന്ന കാരണം ഈ RRന് നമ്മുടെ വണ്ടി 10RR ആണല്ലോ. അപ്പോൾ RR ഒരു സ്പെഷ്യൽ കീ ആണ്. ബേസിക്കലി H2 വരുന്ന പോലത്തെ ഒരു H2 ഇത് ഒറ്റ കീ ഉണ്ടാവുള്ളൂ. സ്പെയർ കീക്ക് സാധാ ഒരു കവാസാക്കി കീ ആയിരിക്കും. അപ്പോൾ എൻ്റെ മനസ്സിൽ RR കീ നഷ്ടപ്പെട്ടു, എനിക്ക് ഓർഡർ ചെയ്യാൻ പോലും കിട്ടത്തില്ല. വലിയ കാര്യമില്ല, പക്ഷേ ഇറ്റ്സ് സംതിങ് സ്പെഷ്യൽ റൈറ്റ്. അപ്പം ലക്കിലി ഇത് വണ്ടി ഇടിച്ച സമയത്ത് പുള്ളി കീ സ്വാപ്പ് ചെയ്തിട്ടാണ് കവാസാക്കിക്ക് കൊടുത്തിരുന്നത്. സോ ലക്കിലി അതുണ്ടായിരുന്നു. അപ്പോൾ ആ കീയൊക്കെ കളക്ട് ചെയ്ത് ഞാൻ കവാസാക്കിയിലൊന്ന് പറഞ്ഞു കീ നിങ്ങൾ വെച്ചോ, എന്തായാലും വണ്ടി അടുത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യാമല്ലോ, ഇന്ന് എഞ്ചിൻ എന്തായാലും കയറില്ല, ഇന്ന് നമുക്ക് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞു. രാജേട്ടൻ പറഞ്ഞു എടാ ഇന്നത്തെ വയറിങ് വെക്കണം, മറ്റേത് വെക്കണം, മറിച്ച് വെക്കണം, ക്വിക്ക് ഷിഫ്റ്റർ ഓർഡർ, അത് കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്യാണ്ട്, നീ പറയുന്നതിലൊന്നും കാര്യം നടക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഡിസപ്പോയിൻമെൻറ്റിൽ വീണ്ടും പണി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നോക്കുമ്പം ക്വിക്ക് ഷിഫ്റ്റർ ഇല്ല, പിന്നെ ഈ എൻജിൻ കയറ്റി വയ്ക്കുമ്പോഴത്തേക്കും കുറേ ബോൾട്ടുകളുണ്ട്. ഇത് ബേസിക്കലി ഒരു കവറിലിട്ട് വെച്ചിരുന്നു, പക്ഷേ കാണാനില്ല, കാരണം ഇത്രയും വർഷമായി. അപ്പോൾ ഇതെല്ലാം വീണ്ടും ഓർഡർ ചെയ്യണം. ഒരു നട്ടിന് തന്നെ എനിക്കൊന്നൊരു 4000 bucks എന്താ വരും. അപ്പോൾ ഇതെല്ലാം കൂടെ വീണ്ടും ഓർഡർ പ്ലേസ് ചെയ്തു. എവിടെ നിന്ന് ഓർഡർ ചെയ്തേ? കവാസാക്കി തന്നെ. കവാസാക്കിയിൽ അവർക്ക് ബേസിക്കലി ഇന്ത്യയിൽ ഒരു വെയർ ഹൗസ് ഉണ്ട് പൂനെയിൽ. അപ്പോൾ അവിടെ പാർട്സ് ഉണ്ടെങ്കിൽ ഒരു 10-15 days അവർ എത്തിച്ചേരും. ഇൻ കേസ് അവിടെ ഇല്ലെങ്കിൽ ജപ്പാനിലേക്ക് ഓർഡർ ചെയ്യും. ജപ്പാൻ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം 10RRന് ഈസിയൊക്കെ ഓർഡർ ചെയ്യേണ്ടായിരുന്നെങ്കിൽ അവർ ചിലപ്പം ജപ്പാന് തന്നെ ഇമ്പോർട്ട് ചെയ്യേണ്ടി വന്നേക്കാം. അപ്പോൾ തായ്ലൻഡ് ത്രൂ ആണെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്, ഐ എം നോട്ട് ഷുവർ. എന്തുകൊണ്ട് eBay നെറ്റില്ല? അപ്പോൾ ഓൾറെഡി ഇത്രയും പാർട്സ് eBay സോഴ്സ് ചെയ്യുന്നു പറഞ്ഞു. eBay ആക്ച്വലി ചീപ്പർ ആയിരുന്നു, ആക്ച്വലി അവൈലബിൾ ആയിരുന്നു. 2016-19 ക്വിക്ക് ഷിഫ്റ്റർ അവൈലബിൾ ആയിരുന്നു. പക്ഷേ RR നിന്നാണ് ആദ്യമായിട്ട് ഇവർ അപ്പ് ഡൗൺ ഷിഫ്റ്റേഴ്സ് കൊണ്ടുവന്നത്, ബ്ലിപ്പേഴ്സ് കൊണ്ടുവന്നത്. അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയിരിക്കുന്ന 10Rകൾക്കാണ് ഈ ബ്ലിപ്പറും കൊണ്ടുവന്നേക്കുന്നത്, ഡൗൺ ഷിഫ്റ്റും വന്നേക്കുന്നത്. അപ്പം എനിക്ക് ഡൗട്ടായിരുന്നു ഇപ്പോൾ 2016 ക്വിക്ക് ഷിഫ്റ്റർ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഇത് വർക്കാവണ്ടായാലോ, എന്തെങ്കിലും സെൻസർ ഇഷ്യൂസോ കോമ്പാറ്റബിൾ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പിന്നെ ആ ഫീച്ചർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഈവൻ ഈസി സപ്പോർട്ട് ചെയ്യുമെങ്കിലും ഇതിനകത്തൊരു സെൻസർ എന്തോ ഉണ്ട്. അപ്പോൾ അത് ഡിറ്റക്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കുറേയൊക്കെ കവാസാക്കുന്നത്. പിന്നെ ഈ എൻജിൻ മൗണ്ടിങ് പോയിൻറ്റ്സൊക്കെ അതൊക്കെ ആക്ച്വലി റിസ്ക് ഉള്ള സാധനങ്ങളല്ലേ. അപ്പോൾ നമുക്ക് എന്താ പറയുക, സേഫ്റ്റീനെ കൺസേൺ ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ അതൊക്കെ ഞാൻ കവാസാക്കി തന്നെ ഓർഡർ ചെയ്തു. കാരണം എങ്ങനെ അത് സ്നാപ്പ് ആയി കഴിഞ്ഞാൽ ഈ ഉമ്മാർ തരുന്ന സാധനം ഒറിജിനലാണോ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ആണോ നമുക്ക് നോക്കിയിട്ട് വാങ്ങാൻ പറ്റത്തില്ല, കൈ കിട്ടിക്കുമ്പോൾ അറിയത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കവാസാക്കി തന്നെ ഓർഡർ ചെയ്തു. ബേസിൽ ഒട്ടുമിക്ക നട്ട് ബോൾട്ട് സാധനങ്ങളെല്ലാം അവരുടെ അടുത്ത് തന്നെയാണ്. ക്ലാമ്പുകൾ, ഈവൻ ഹെഡ് വരാൻ വെച്ചിട്ട് ഗ്യാസ്കെറ്റുകൾ. എനിക്കൊന്ന് ഗ്യാസ്കെറ്റ് തന്നെ 16,000 എന്തായിരുന്നു. അപ്പോൾ പിന്നെ അടുത്ത സ്റ്റെപ്പാണ് എൻജിൻ കയറ്റുക എന്നുള്ളത്. അപ്പോൾ എൻജിൻ കയറ്റുന്നതിന് മുന്നേ ഇപ്പോൾ ഓൾറെഡി ഇമ്പാക്റ്റ് ഉള്ളൊരു വണ്ടി ഇടിച്ചൊരു വണ്ടിയാണല്ലോ. അപ്പോൾ ഞങ്ങൾ സൈഡ് നോക്കുമ്പോഴത്തേക്ക് സസ്പെൻഷൻ്റെ സൈഡിലൊക്കെ ചെറിയ ചെറിയ സ്ക്രാച്ചസും എല്ലാം ഉണ്ട് ഇമ്പാക്റ്റ് വന്ന സ്ഥലത്ത്. മാത്രമല്ല നമ്മുടെ മഡ് ഗാർഡ് ഫിറ്റ് ചെയ്യുന്നതൊരു നമ്മുടെ സസ്പെൻഷൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ, താഴെ ഒരു ലെഫ്റ്റ് സൈഡിലൊരു ഗ്യാസ് സിലിണ്ടർ പോലത്തെ ഒരു സാധനവും പിന്നെ റൈറ്റ് സൈഡിൽ ഇങ്ങനെ കുറ്റി പോലെ
പൊങ്ങി നിൽപ്പുണ്ട്. അതിലൊരു കുറ്റി പോലെ പൊങ്ങി നിൽക്കുന്നതിലും എല്ലാത്തിലും ചെറിയ ഡെൻറ്റും എല്ലാം ഉണ്ട്. നമുക്ക് അതൊന്നും ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല. ഫിക്സ് ചെയ്യണമെങ്കിൽ സസ്പെൻഷൻ മൊത്തം മാറേണ്ടി വരും. അപ്പോൾ ഇമ്പാക്ട് എടുത്ത സമയത്ത് ചെറിയൊരു ടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സസ്പെൻഷനിലേക്കാണ് ഇമ്പാക്ട് വന്നിരിക്കുന്നതെങ്കിൽ സസ്പെൻഷൻ മാറേണ്ടി വരും. ചിലപ്പം ഇന്നർ ട്യൂബ് മാത്രം മാറിയാൽ മതിയായിരിക്കും. ബേസിക്കലി ഒരു അകത്തൊരു ട്യൂബുണ്ട്, മറ്റേതിലേക്ക് പുറത്ത് ഇങ്ങനെ ഒരു ട്യൂബോടാണ് വന്നേക്കുന്നത്. ഇതിലേതാണ് ഡാമേജ് അത് മാത്രമായിട്ട് വേണേൽ മാറാം, പക്ഷേ അല്ലെങ്കിൽ മൊത്തത്തിൽ മാറേണ്ടി വരും. രണ്ടിലും ഡാമേജ് ഉണ്ടെങ്കിൽ പറഞ്ഞു അത് വലിയ പൈസ ആകത്തില്ല, സസ്പെൻഷനല്ലേ എന്നോർത്ത്. എനിക്കറിയത്തില്ല ഈ കാവാസാക്കി പാർട്സിൻ്റെ വിലയൊന്നും. ഇവർ പറഞ്ഞാണ് ഒരു സൈഡ് സസ്പെൻഷൻ മാറണമെങ്കിൽ 2.5 ലക്ഷം രൂപയാണ്, 2 സൈഡും കൂടി 5 ലക്ഷം രൂപ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആദ്യം തന്നെ നമുക്ക് സസ്പെൻഷൻ ഊരിയിട്ട് മറ്റേ സീലൊക്കെ എന്തായാലും 2-3 വർഷമായില്ല, അപ്പം ഉറപ്പായിട്ടും നമുക്ക് സീലൊക്കെ മാറണം, വീണ്ടും ഓയിൽ ഫില്ല് ചെയ്യണം. ഒരെണ്ണം ആ ഇമ്പാക്റ്റ് വന്നേക്കുന്ന സൈഡിലത്തെ സസ്പെൻഷൻ ഊരിയിട്ട് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു, ഡെൻറ്റ് ഉണ്ടോ എന്നൊക്കെ. ബേസിക്കലി അവർക്ക് നോക്കിയാലും പിന്നെ ഇതുപോലെ സസ്പെൻഷൻ ആക്ഷനൊക്കെ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഈ ഓയിലൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെ അതിൻ്റെ പ്രോസസ്സ് തുടങ്ങി. അതും ഇതുപോലെ സ്പെഷ്യൽ ടൂൾസ് വേണം. ആക്ച്വലി പുറത്തേക്ക് ഇത് ഡെൻറ്റ് എടുത്തിട്ട് പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്തിരുന്ന സ്ഥലങ്ങളുണ്ട്, പക്ഷേ അതിനും എക്സ്ട്രാ സ്പെഷ്യൽ ടൂൾസ് വേണം. നമുക്ക് ആ സാധനമൊന്നും ഇന്ത്യയിൽ അവൈലബിൾ അല്ല. അപ്പോൾ ഇതുപോലെ ഇവർ മറ്റേ ടോപ്പൊക്കെ ഊരി നമ്മൾ ഓയിൽ മൊത്തം ഡ്രെയിൻ ചെയ്ത് സ്പ്രിങ്ങൊക്കെ സെറ്റ് ചെയ്ത് നോക്കി. സീല് നേരത്തെ ഓർഡർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സീലൊക്കെ മാറ്റി ഓയിൽ ഫില്ല് ചെയ്ത് നമ്മൾ ഇതുപോലെ ആക്ഷൻസൊക്കെ നോക്കി കഴിയുമ്പോഴത്തേക്കും ഒരിടത്തും ഡെൻറ്റൊന്നുമില്ല, ഒന്ന് റബ്ബൊന്നും ആവുന്നില്ല. ആകെ അത് എക്സ്ട്രീം എൻഡിലേക്ക് ഇപ്പോൾ സാധാ വണ്ടികൾക്ക് വരുന്ന പോലെ തന്നെ വീലിൻ്റെ അവിടെ കുറച്ച് ഭാഗത്ത് ഇതുപോലെ ചെറിയ 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 തുരുമ്പിൻ ഡോട്ട്സ് വന്നിട്ടുണ്ട്. അതിപ്പോൾ എനിക്കൊന്ന് 5 വർഷം കഴിഞ്ഞ് എല്ലാ വണ്ടിക്കും തന്നെ അത് വരുന്നുണ്ട്. അതല്ലെങ്കിൽ അത്രയും മെയിൻറ്റെയിൻ ആയിരിക്കണം. അപ്പം അത് പറഞ്ഞ് ചിലപ്പോൾ അത് ഒരുപാട് കംപ്രസ്ഡ് ആകുമ്പോഴത്തേക്കും ഡാമേജ് ഉണ്ടെങ്കിൽ ചിലപ്പം ചെറിയ ചെറിയ ഓയിൽ സ്പിൽ വരാമെന്ന് പറയും. ബട്ട് സോ ഫാർ നോ ഇഷ്യൂസ്. അപ്പോൾ അങ്ങനെ ഒരു വലിയ തലേനെ ഒഴിവാക്കി കിട്ടി. അപ്പോൾ ഞാൻ പിന്നെ ചിന്തിച്ചപ്പോൾ എന്തായാലും സസ്പെൻഷൻ ഇമ്പാക്റ്റ് ഉണ്ടാവില്ല, അപ്പോൾ നമുക്ക് ടയറോടെ വീലോടെ നോക്കിയേക്കെന്ന് പറഞ്ഞു. അപ്പോൾ RR ബേസിക്കലി ഒരു സ്പെഷ്യൽ വീൽസ് ആയിരുന്നു, വെയിറ്റ് കുറഞ്ഞിട്ടുള്ള ഫോഴ്സ്ഡ് അലുമിനിയം വീൽസ് ആയിരുന്നു. മാർച്ചസിനി എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടാക്കുന്നത്. ബേസിക്കലി ഇപ്പോൾ ഈ ഡുക്കാട്ടി V4SLും പിന്നെ CBR 1000 RR SP ജിതേഷ് ബിയുടെ വണ്ടിയിലൊക്കെ വരുന്നത് മാർച്ചസിനിയാണ്. അപ്പം അതിന് 2 സെറ്റിന് ഒരു 4 ലക്ഷം രൂപ വരും. അപ്പോൾ ഫ്രണ്ട് സെറ്റപ്പ് എന്തായാലും നമുക്ക് ചെക്ക് ചെയ്യാം, എന്തെങ്കിലും ഇമ്പാക്റ്റ് ഒന്നുമില്ല നോക്കിയപ്പോഴത്തേക്കും ഒരു സൈഡിൽ ചെറിയൊരു ഡെൻ്റ് ഉണ്ട്. പക്ഷേ ഇതിന് അലോയുടെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഡെൻ്റ് എടുക്കാൻ പറ്റും. പൊട്ടിയിട്ടില്ലെങ്കിൽ ബേസിക്കലി നമുക്ക് ഡെൻ്റ് എടുത്ത് റിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നാട്ടിൽ നോക്കിയപ്പോഴത്തേക്കും മാർച്ചസിനെ അതിന് നാട്ടിൽ കൊടുക്കാൻ അത്രയും എക്സ്പീരിയൻസ് ആൾക്കാരില്ലെന്ന് പറഞ്ഞുകൊണ്ട്, ചിലപ്പോൾ എനിക്ക് കോൺടാക്ട് ഇല്ലാത്തതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർക്കും ആൾക്കാർ പരിചയമില്ലാത്തതുകൊണ്ടായിരിക്കും, ബാംഗ്ലൂർ കേംബ്രോ പറഞ്ഞു ഏട്ടാ നമുക്ക് ആൾക്കാരുണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത ആഴ്ച ഇതുപോലെ ഈ സാധനമെല്ലാം ഊരിക്കൊണ്ട് ബാംഗ്ലൂർക്ക് വന്നു. ബാംഗ്ലൂർക്ക് എനിക്ക് 2-3 ദിവസം കൊണ്ട് അവർ ഹീറ്റ് ചെയ്തിട്ട് അടിച്ച് നേരാക്കി. പിന്നെ ഫുൾ ബാലൻസ് ഒക്കെ ചെയ്തു, ഫുൾ ടെസ്റ്റിങ് ചെയ്തു, ഇൻറ്റേർണൽ സ്ട്രക്ചേഴ്സിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ നോക്കി. അതൊന്നും കുഴപ്പമൊന്നുമില്ല. സോ അങ്ങനെ അത് എനിക്ക് ആക്ച്വലി ഒരു സ്പെയർ ഫ്രണ്ട് അലോയ് ഉണ്ടായിരുന്നു, അത് കാവാസാക്കിയിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് അവർ നേരത്തെ തന്നിട്ടുണ്ടായി. അപ്പം എനിക്ക് വലിയ ടെൻഷൻ ഉണ്ടായില്ല, കാരണം ഫ്രണ്ട് ഇപ്പോൾ മാർച്ചസിനെങ്കിലും വലിയ കുഴപ്പം, നമ്മളിപ്പോൾ ട്രാക്കിൽ പോയിട്ട് 0.1 സെക്കൻഡിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഒരാളല്ലല്ലോ. അപ്പോൾ വലിയ കുഴപ്പമുണ്ടായില്ല. അപ്പോൾ എന്തായാലും ഇത്രയും സാധനം സെറ്റ് ചെയ്യാണ്ട് ഞാൻ ഓർത്ത് നിന്ന ടയേഴ്സോടെ മാറിയേക്കാം. കാരണം ഫസ്റ്റ് ഇരുന്ന വണ്ടി എങ്ങനെ കിട്ടിയ ആ ടയറാണ് ഇരിക്കുന്നത്. സൂപ്പർ കോഴ്സസാണ് RRൽ വരുന്നത്. അപ്പോൾ ആ ഓൾമോസ്റ്റ് തീർന്നു. പിന്നെ 4 വർഷം ആകുമ്പോഴത്തേക്കും അണീവനായിട്ട് ഇതൊരു ബൾജൊക്കെ വരും, ബ്രിട്ടിലാവും. അപ്പം നമ്മൾ ഓടിച്ച് ചിലപ്പോൾ പൊട്ടിപ്പോണ്ടായിരുന്നു. അപ്പോൾ അടുത്ത ടയേഴ്സ് ഓർഡർ ചെയ്യാൻ ഓർത്തു. കോവിഡിന് മുന്നേ ആയിരുന്നപ്പം എന്ത് സുഖമായിരുന്നു അറിയാം. ഇപ്പം 959 ടയർ മാറുമ്പോഴത്തേക്കും ഒരു സെറ്റിന് 26,000 രൂപ 22,000 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ബാക്ക് ടയറിന് 17, ഫ്രണ്ട് ടയറിനൊരു 11-12 രൂപയ്ക്കും. അതും ഈ പറയുന്ന റോസോ കോഴ്സസിനൊക്കെയാണ് ഈ വില 30 രൂപ 28 രൂപയ്ക്ക്. ഞാൻ എനിക്ക് ടയർ മാറി എനിക്ക് തോന്നുന്നു M7 RR ആണ് അന്ന് 959 ഇട്ടിരുന്നത്. ആ ഒരു സെറ്റിന് 29 രൂപയായിരുന്നു. ഇപ്പം കോവിഡ് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാത്തിനും പ്രൈസ് കൂടി, ഇമ്പോർട്ടിൻ്റെ ഇഷ്യൂസ് റെസ്ട്രിക്ഷൻസ് ഒക്കെ വന്നു. അപ്പം എനിക്ക് ആക്ച്വലി നമ്മുടെ കൂട്ടത്തിലൊരു V4 അഭിറാം എന്ന് പറഞ്ഞൊരു കൂട്ടുകാരുണ്ട്. അപ്പോൾ അവൻ പണ്ട് ഇതുപോലെ മിഷലിൻ്റെ ഒരു ടയേഴ്സ് ഇട്ടിരുന്നു V4. അത് ബേസിക്കലി 200/60 ടയേഴ്സാണ് ഇടേണ്ടത്. ഈവൻ 200/55 ഇട്ടു. ആ ടയർ ഇട്ട് കഴിഞ്ഞപ്പോൾ വണ്ടിയുടെ ആക്ച്വലി ഹൈറ്റും കുറഞ്ഞ് നമുക്ക് കോർണർ ചെയ്യുന്നതെല്ലാം ഭയങ്കര ഷോക്കായിരുന്നു. പക്ഷെ അവൻ നേരെ എന്നിട്ട് ഞാൻ പറഞ്ഞിട്ട് ടയേഴ്സ് മാറി 200/60 ഇട്. അപ്പോൾ അത് വരുന്ന 2 മോഡൽസിനാണ്. ഒന്ന് സൂപ്പർ കോഴ്സസിന് വരുന്നുണ്ട്, പിന്നെ വരുന്ന റോസോ 2 കോഴ്സസിന് വരുന്നുണ്ട്. അപ്പോൾ നേരെ റോസോ 2 കോഴ്സ് കിട്ടും. കാരണം ലാസ്റ്റ് ഈവൻ ചെയ്യും, സെൻറ്റർ കുറച്ചുകൂടെ ഹാർഡാണ്, സൈഡ് സോഫ്റ്റാണ്. അപ്പോൾ ട്രാക്കിൽ യൂസ് ചെയ്യാം, റോഡിൽ യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് അത് മാറ്റി കഴിഞ്ഞിട്ട് ഓടിച്ച് കഴിയുമ്പോഴത്തേക്ക് വണ്ടിയുടെ ക്യാരക്ടർ ഫുൾ മാറിയിരുന്നു. ഭയങ്കര രസമായിരുന്നു ആ വണ്ടി ഓടിക്കാനായിട്ട്. അപ്പോൾ അവർക്ക് എന്തായാലും ബിൽഡ് ചെയ്യാണ്, നമുക്ക് എന്തായാലും ട്രാക്കിൽ പോകുന്നുണ്ട് വണ്ടിയും കൊണ്ട്.
ബിൽഡ് കഴിയുമ്പോൾ ടെസ്റ്റിങ്ങിന് എന്തെങ്കിലും കൊണ്ടുവരും. പിന്നെ നല്ല ടയർ വാങ്ങിച്ചിടാന്ന് ഓർത്ത്. അപ്പം ഞാൻ ഇങ്ങനെ കുറേ തപ്പി അവസാനം ടോർക്ക് ബ്ലോക്കിൽ ഇത് അവൈലബിൾ ആണ്. 190/55 നമുക്ക് വേണ്ട ബാക്കും മറ്റേ 120/70 ഫ്രണ്ടും. അങ്ങനെ അവിടെ നിന്ന് ഒരു സെറ്റ് ഓർഡർ ചെയ്തു. കേംബ്രോ ത്രൂണ് ഓർഡർ ചെയ്ത് ടോപ്പ് ബ്ലോക്ക്. അവർ പെട്ടെന്ന് തന്നെ സാധനമൊക്കെ എത്തിച്ചു തന്നു. അന്ന് എനിക്ക് തോന്നുന്നു 45 രൂപയാണ് ഒരു സെറ്റിനായത്. ഒരു 3-4 വർഷം മുന്നേ ആയിരുന്നെങ്കിൽ ഒരു 30 രൂപ കിട്ടിയേനെ. അതും അപ്പോൾ അങ്ങനെ നാട്ടിലേക്ക് കൊണ്ടുവന്ന് പിന്നെ എനിക്ക് അവിടെ നാട്ടിലാണ് മാറിയതും. കാരണം 2 അലോയ്സും ബാക്ക് അലോയ്സും അവിടെ ആയിരുന്നല്ലോ. അപ്പോൾ ഒരു ദിവസം കവാസാക്കി വന്നിട്ട് ടയർ ഗൈസ് എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട് എടപ്പള്ളി ലുലു മോളിൻ്റെ സൈഡിലായിട്ട്. അവിടെ കൊണ്ടുപോയിട്ട് അവർ ചേഞ്ച് ചെയ്ത് ബാലൻസ് ചെയ്ത് നമുക്ക് വന്നു. അവർ ആക്ച്വലി ഭയങ്കര ചീപ്പാണ്. ബാംഗ്ലൂരൊക്കെ ഞാൻ കേട്ടേക്കുന്നത് ഈ VST എൻട്രൻസിൽ പണ്ട് ഡുക്കാട്ടി ഷോറൂമിൽ പണ്ട് എൻ്റെ കൂട്ടുകാർ ടയർ മാറാൻ കൊണ്ടുപോകുമ്പോഴത്തേക്ക് 6000 രൂപ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ടയർ മാറി ബാലൻസ് ചെയ്ത് തിരിച്ചിടുന്നതിന്. ഇവർ വാങ്ങിയത് എത്ര 900 രൂപ, 900 റുപ്പീസ്. 2 ടയർ മാറി ബാലൻസ് ചെയ്ത് തരുന്നത്. നാട്ടിൽ ഗുണമാണ്. കൊല പൈസയൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞാൽ മിക്കവാറും നാട്ടിൽ തലയ്ക്ക് വിളിക്കും. അങ്ങനെ ടയർസ് ഇൻസ്റ്റാൾ ചെയ്തു, ബാലൻസൊക്കെ ചെയ്ത് നമ്മൾ കാവാസാക്കിയിലെത്തി. അവിടെ സസ്പെൻഷൻ 2 റെഡിയായിരുന്നു. ഡെൻറ്റും കാര്യങ്ങളൊന്നുമില്ല. സോ സമാധാനം, താങ്ക് ഗോഡ്. എന്നിട്ട് വണ്ടിയിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തു. അപ്പം എൻജിൻ അപ്പോഴും സൈഡിൽ തന്നെ ഇരിക്കുന്നത്. വണ്ടിയിലേക്ക് എന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് അപ്പോൾ അടുത്തൊരു കൺസേൺ ആയിരുന്നു എങ്ങനെ ഡിസ്കിന് ഡെൻറ്റ് ഉണ്ടോ എന്നുള്ള കാര്യം. കാരണം ഇമ്പാക്റ്റിൽ അവിടെയും കൊണ്ടു കഴിഞ്ഞാൽ ഡിസ്ക്കും വീണ്ടും മാറേണ്ടി വരും, 1 സൈഡ് 2 സൈഡ് വല്ലതും. അത് ബേസിക്കലി ടെസ്റ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ഇൻസ്റ്റാൾ ചെയ്ത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്രണ്ട് ഇങ്ങനെ പൊക്കിയിട്ട് നമ്മുടെ ടയേഴ്സില്ലേ ചുമ്മാ ഇങ്ങനെ കറക്കും ഫ്രീ ആയിട്ട് കറങ്ങും. ചെറിയൊരു തൊടലുണ്ടാകും, കാരണം ഡിസ്ക് എപ്പോഴും പാഡുമായിട്ട് കോണ്ടാക്റ്റിലായിരിക്കും. പക്ഷേ ഒരു സൗണ്ടിൽ ഇപ്പം വേരിയേഷൻസ് ഉണ്ടെങ്കിൽ ഇപ്പം ഒരു സൈഡ് വരുമ്പോഴത്തേക്കും തട്ടുന്നു, പിന്നെ വരുമ്പോഴത്തേക്കും തട്ടുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ആക്ച്വലി ചിലപ്പോൾ ഒരു ഡെൻറ്റ് ഉണ്ടാവും അതിനകത്ത്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് മാറിയേ പറ്റത്തുള്ളൂ. ഒരു സൈഡ് എനിക്ക് തോന്നുന്നൊരു 10-12 മിനിറ്റ് അതും ആവും. ലക്കിലി കുഴപ്പങ്ങളൊന്നുമില്ല. അങ്ങനെ വലിയൊരു കടമ കഴിഞ്ഞു. അപ്പോൾ ഇനെന്താ എൻജിൻ കിട്ടിയില്ലേ?